ഉരുളി കഴുകി വെച്ച് കേട്ടോ. അതൊന്ന് വെയിലത്തോട്ട് വെച്ചതാണ്. നമ്മൾ ഓയിലൊക്കെ ഇട്ടാക്കി കഴിഞ്ഞ് പാക്കിങ്ങും ഒരുവിധം പൂർണ്ണമായി. അപ്പോൾ സ്റ്റിക്കർ കുറച്ച് ഷോർട്ടേജ് വന്ന്, അപ്പോൾ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് അവർ ചെയ്ത് ഉച്ചയോടുകൂടി അതും കിട്ടും. ബാക്കിയെല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ്. ഉരുളിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ കൊണ്ടുവന്ന് ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കുമല്ലോ. പിന്നെ വെച്ചാൽ ഒറ്റയ്ക്ക് എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ, നല്ല കനമുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഒക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ ചിലരൊക്കെ എന്നെ വിളിച്ച് പറയും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഇത് ചോദിച്ചു, ചേച്ചി നല്ല രസമാണ് കേട്ടോ ചേച്ചി വർത്താനം കേൾക്കാൻ. അതെ, സ്വന്തമായിട്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയണേന് കേട്ടോ. അല്ല, പുകഴ്ത്തി പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു ചേച്ചി വർത്താനം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. എങ്ങനെ ചേച്ചി ഇതൊക്കെ പറയുന്നു? ജീവിക്കണ്ടേ, നമ്മൾ പറഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടത്തരമാണെങ്കിലും പറയണത്. ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ തന്നെ കേൾക്കുമ്പോൾ എനിക്കറിയാം പലതും പറയുന്നത് പൂർണ്ണമാകാറില്ല. അതിന് മുമ്പ് എടുത്ത് കയറി അടുത്ത വർത്താനം പറഞ്ഞിരിക്കും ഞാൻ. അതാണ്. പക്ഷേ അത് കൂടുതലും ഞാനത് തിരുത്താനൊന്നും നിൽക്കാറില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്കൊന്നും പറയാനൊന്നും കിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ, നമ്മുടെ ഓയിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അല്ലാണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാകില്ല. അപ്പോൾ പിന്നെ വീഡിയോ ഇടലൊന്നും നടക്കില്ല. പലപ്പോഴും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ മിക്കവാറും എല്ലാ ദിവസമൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറുള്ളത്. പിന്നെ ചില സമയത്ത് മനുഷ്യനല്ലേ, മനസ്സല്ലേ, നമുക്ക് ചില സമയത്ത് സങ്കടം വരും, സന്തോഷം വരും. അപ്പം നമുക്ക് വാക്കുകൾ കിട്ടാണ്ടാകും അല്ലേ, അതൊക്കെ സ്വാഭാവികം. നമുക്ക് വാക്കുകൾ കിട്ടാണ്ടാകും. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചില സമയത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊന്നും അല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോയൊക്കെ ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പലരും അവർക്ക് വേണ്ടി പോലും പ്രമോഷൻ പറയാത്ത ആൾക്കാർ എനിക്ക് വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ ചോദിക്കും, ചേച്ചി എപ്പോൾ നോക്കിയാലും ദൈവാനുഗ്രഹം. പിന്നെ ദൈവാനുഗ്രഹം ഇല്ലാണ്ട് ഒരു ബിസിനസ്സും ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചോദിക്കും, ദൈവത്തിനെ കണ്ടിട്ടുണ്ടോയെന്ന്. ദൈവത്തിനെ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കച്ചേരിയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.